ഓ, ഇവിടെ ഒന്നും നിന്നാ ശരിയാകത്തില്ലല്ലോ. ചേടാ, ഞാൻ എവിടെയാ പോന്ന്? നീ എന്നീ അന്വേഷിച്ചെടുക്കുന്നേ? എന്തെങ്കിലും കാണാതെ പോയോ? ശബ്ദം ഉണ്ടാക്കല്ലേ. ആരെങ്കിലും വന്ന് ചോദിച്ചാ എന്നെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? എന്തോ കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ടുള്ള വരവാണല്ലോ. വല്ല പോലീസോ പട്ടാളോ വന്ന് ബോംബോ മറ്റോ ഇടുവാടാ. ചാച്ചനെ കണ്ടോ? അവനത് സോഫയുടെ പുറകിൽ ഒളിച്ചു നിൽപ്പുണ്ട്. ഏയ്, ഇല്ല, സമ്മതിച്ചില്ല. കള്ളക്കളിയാ. നിന്നോട് ആരടി പിശാചിനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞേ? അതെനിക്ക് ഓഫീസിൽ അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. കടിക്കും ഈ സാധനം. എടാ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, വാ കളിക്കാം. ദുഷ്ടന്മാരെ നെറ്റയ്ക്ക് കൂട്ടാതെ കളിക്കാണല്ലേ. ആഹാ, നിന്റെ കാരാഗ്രഹവാസമൊക്കെ കഴിഞ്ഞാ? നിന്നെ കളിക്കാൻ കൂട്ടിയാ ചേട്ടനെ അടിച്ച് പുറത്താക്കും. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കളിക്കാവേ. ഇവളെന്തെങ്കിലും കിളി പോയ പോലെ നിൽക്കുന്നേ? ആർ യു റിഗ്രറ്റിംഗ് ഫോർ സംതിങ്? എക്സാക്ട്ലി. എന്നാലും നീ എന്ത് കണ്ടിട്ടാടി ഇവന്റെ കൂടെയൊക്കെ ഇറങ്ങി പോന്നെ? എന്റെ മുന്നിൽ ഭയങ്കര മാസായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ആസായിരിക്കും അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഇറങ്ങിപ്പോരത്തില്ലായിരുന്നു. എന്നാലും നിന്നെ സമ്മതിക്കണം. എങ്ങനെ ആരും അറിയാതെ ഇത്രയും കൊല്ലം നിങ്ങൾ പ്രേമിച്ച് നടന്നേ? അതൊക്കെ വലിയ കഥയല്ലേ. നീ പറ. ഫ്ലാഷ് ബാക്ക് ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് പോയാലോ? ആ നിക്കടി, അവന്റെ സ്റ്റോറി ആണെങ്കിലും സൈഡ് റോളെങ്കിലും നിനക്കില്ലാതിരിക്കില്ല. സൈഡ് റോളോ? മെയിൻ ക്യാരക്ടറായി ചേച്ചിക്കുട്ടിയുടെ ഇതിലും. എന്നാ ഫ്ലാഷ് ബാക്ക് ആവാല്ലേ? ഇവിടെ നിന്ന് പഠിച്ച ശരിയാകത്തില്ലെന്ന് കണ്ടോണ്ടാ ഡാഡി എന്നെയും ചേച്ചിയെയും അപ്പച്ചിയുടെ അടുത്തേക്ക് നാട് കടത്തിയെ, ചെന്നൈയിലോട്ട്. ചേച്ചി പെട്ടെന്ന് അവിടെ അങ്ങ് സെറ്റിലായി. മോഡലിങ്ങും പ്രൈസിങ്ങും ഒരുപാട് ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച്. എനിക്ക് മാത്രമാണെങ്കിൽ പറയാൻ പോലും നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. +2 കഴിഞ്ഞപ്പോൾ ഡാഡിയുടെ കൈയും കാലും പിടിച്ച് ഞാൻ ഇവിടെ ഒരു പൊട്ട കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഇങ്ങോട്ടും. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ഫ്രണ്ട്സ് വേണം, ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യണം. അങ്ങനെ ഇരിക്കും ഫസ്റ്റ് ഡേ ഓഫ് മൈ കോളേജ്. ക്യാറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു മൂഡില്ല. അവളുടെ പനിക്ക് ഒട്ടും കുറവില്ല. എങ്ങനെ മാറാനാ? ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. അവൾ എന്നെ എന്തെങ്കിലും മരുന്ന് കുറിക്കും, അത് പോയി വാങ്ങിക്കും, കഴിക്കും. പറഞ്ഞാൽ കേൾക്കത്തില്ല. അവളില്ലാത്തത് ഒരു തരത്തിൽ ആലോചിച്ചാൽ നല്ലതാ. ഇന്ന് ഫസ്റ്റ് ഇയേഴ്സ് വരുന്ന ദിവസമല്ലേ. അവളുണ്ടെങ്കിൽ റാഗിങ് പോയിട്ട് മര്യാദയ്ക്കൊന്ന് വായി നോക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഇന്ന് നമുക്ക് 1-2 ഒന്ന് പൊരിച്ചെടുക്കാം. അത്രയും വേണോ? അവളെങ്ങാനും അറിഞ്ഞാൽ നമ്മൾ എന്നേരിട്ട് പൊരിച്ചെടുക്കും. അതിന് അവളെ അറിയിക്കാതിരുന്നാ പോരെ? നിങ്ങളായിട്ടൊന്നും മിണ്ടാതിരുന്നാ മതി. വാവ്, കാറും കൊള്ളാം, കാലും കൊള്ളാം. നീ അവളെ ഇങ്ങോട്ട് വിളിക്കേ. ഇന്ന് അവളെ തന്നെ ആയിക്കോട്ടെ. എന്താണ് നിന്റെ പേര്? വന്ദന. കാറിലൊക്കെയാണല്ലോ വരവ്. നിന്റെ തന്ത വല്ല മുഖ്യമന്ത്രി MP മറ്റോ ആണോ? അല്ല, റെസ്റ്റോറന്റ് നടത്താ. തട്ടുകട സെറ്റപ്പാ. അപ്പൊ കുഴപ്പമില്ല. നിനക്ക് ബിരിയാണി വെക്കാൻ അറിയോ? ബിരിയാണി ഇല്ല. സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ഉണ്ടായിട്ട് ബിരിയാണി വെക്കാൻ അറിയില്ലെന്നോ? ചായ അടിക്കാനെങ്കിലും അറിയോ? അറിയാം. എന്നാ ചേട്ടന്മാർക്ക് എല്ലാവർക്കും ഓരോ കപ്പ് ചായ ഉണ്ടാക്കിക്കേ. ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്ക്. എനിക്ക് ക്ലാസ് ഉണ്ട്, പോണം. ഞങ്ങളും ക്ലാസ് ഒക്കെ കളഞ്ഞിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നേ. നീ ചായ ഉണ്ടാക്കിട്ട് ഇവിടെ നിന്ന് പോയാ മതി. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വീട്ടിലാരോടെങ്കിലും ഉണ്ടാക്കി തരാൻ പറയണം. ഇത് എവിടുന്നാണ് അപശബ്ദം? റാഗിംഗ് ഈസ് എ ക്രിമിനൽ ഓഫൻസ്. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? വാട്ട്സ് യുവർ നെയിം? വന്ദന. വാ, ഇതിപ്പോ തന്നെ കംപ്ലൈന്റ് ചെയ്യണം. ചേട്ടന്മാര് സ്ഥിരമായിട്ട് വീട്ടിലിരുന്ന് ചായ കുടിക്കാനുള്ള അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കാം. എടാ, അവള് കംപ്ലൈന്റ് ചെയ്യുന്നടാ പറഞ്ഞേ. പണി മൊത്തത്തിൽ പാളുവോ? എടാ, ഞാൻ അവളെ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട്. അവന് ക്രഷ് അടിക്കാൻ അങ്ങോട്ട് ഒരു നേരം. എടാ, അവളെങ്ങാനും കംപ്ലൈന്റ് ചെയ്ത മൊട്ടത്തലയും കയ്യോടെ ഡിസ്മിസൽ തരും. എങ്ങനെയെങ്കിലും അവളെ കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും ഇതൊന്ന് പിന്മാറാൻ പറയടാ. വാ പെങ്ങളെ. എനിക്ക് ഇങ്ങനെ ഒരു ബ്രദറുള്ള കാര്യം എന്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ല മോളെ, ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യല്ലേ പ്ലീസ്. കംപ്ലൈന്റ് എങ്ങാനും ചെയ്താൽ ഞങ്ങൾക്ക് ഡിസ്മിസല്ല, ഉറപ്പാ. ആവശ്യത്തിൽ കൂടുതലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു റാഗിംഗ് കേസും കൂടി വന്നാൽ ഞങ്ങളുടെ ഭാവി തെളിഞ്ഞു. കണ്ട, പാവ നിഷ്കളങ്കനാ. പക്ഷെ ആ നിൽക്കുന്ന മുതലിനെ കണ്ട അത്രയ്ക്ക് നിഷ്കളങ്കനായിട്ടൊന്നും തോന്നില്ലല്ലോ.
എന്താടി നിന്റെ പേര്? ഓ, ഇത്രയ്ക്ക് അധികാരത്തോടു കൂടിയൊക്കെ ചോദിക്കാൻ താനാരാ? എന്റെ മറ്റവനോ? മറ്റവൻ ആയിട്ടില്ല, അവൻ താല്പര്യമുണ്ട്. നിനക്ക് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ കേട്ടാ. റാസ്കൽ. അയ്യോ ചേട്ടാ, ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. അവൾ ആളറിയാതെ. ആ മതി മതി അച്ചായ, ആളെ വിട്ടേര്. വിളിച്ചോണ്ട് പോയേ. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീനാ ഇവളെ എനിക്ക് തീരെ പിടിക്കുന്നില്ലട്ടാ. ചേട്ടാ, നീ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വന്നേ. സോറി ചേട്ടന്മാരെ, എനിക്ക് ഒരു പരാതിയില്ല, സോറി. അവന്റെ ഒടുക്കത്തിട്ട് റാഗിങ് ഐഡിയ. ചെക്കൻ്റെ ഇരിപ്പ് കണ്ട, നിനക്കിപ്പോ സമാധാനമായല്ലോ. നീ ഇങ്ങനെ ഇരിക്കാതെടാ. അവക്കിട്ട് അപ്പൊ തന്നെ പൊട്ടിക്കായിരുന്നില്ലേ? ഇവൻ തടഞ്ഞോണ്ടാ, ഇല്ല ഞാനൊന്നും കൊടുത്തേനെ. ഒന്നുമില്ലേലും ഒരു പെങ്കൊച്ചല്ലേ, മിണ്ടി പോരുത്. നിന്റെ അമ്മയുടെ നായരെ മോളൊന്നും അല്ലല്ലോ അവള്. ഡാ, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ട്. ഹാ, പൂർത്തിയായി. കരട നോക്കി ഒരെണ്ണം കിട്ടിയപ്പോ അവന്റെ കൂട്ടിനകത്ത കിളി മൊത്തം പാറിപ്പോയി. നിനക്കൊക്കെ ഇപ്പൊ സമാധാനമായല്ലോ. എടാ, ഞാൻ പറഞ്ഞില്ലേ, അവൾ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്കെന്തോ ആ മുഖം അങ്ങോട്ട് മറക്കാനേ പറ്റുന്നില്ല. ഓ, ട്രൂ ലവ്. അവളുടെ പേരെന്തായിരുന്നു? ആ പെങ്കൊച്ച് വിളിച്ചോണ്ട് പോയപ്പോ എന്തോ വിളിച്ചായിരുന്നല്ലോ. സാവച്ച തുടക്കം. ആ ഞാൻ കേട്ട്. റായില അവസാനിക്കുന്നത്. 2 അക്ഷരം മാത്രമേ ഉള്ളൂ. ആ കിട്ടി സാറാ. സാറേ ഒന്നൊക്കെ ആർക്കെങ്കിലും പേരിടൂ. അവളുടെ സ്വഭാവം വെച്ച് തറാന്നായിരിക്കും. ഡാടാ, മതിയാടാ ആക്കിയത്. ഞാൻ സീരിയസ് ആയിട്ടാ. നീ കാര്യമായിട്ട് തന്നെയാണോ പറയുന്നേ? ഡാം സീരിയസ്. അങ്ങനെയാണെങ്കിൽ I will give you the complete details before sunrise, okay? അവളുടെ പേര് സേറ. മുമ്പ് പഠിച്ചതൊക്കെ ചെന്നൈയിലാ. തന്തയ്ക്ക് എന്തോ തുക്കട ബിസിനസ് ഉണ്ട്. ഏറ്റവും ആകർഷണം ഇതൊന്നുമല്ല, 2 ആങ്ങളമാരുണ്ട്. നിനക്കതൊരു പ്രശ്നേ അല്ല എന്ന് എനിക്കറിയാം. ഗൈസ്, പണി മൊത്തം നമുക്കായിരിക്കും. ഇവൻ കാരണം ഏതൊക്കെ ദിക്കിന്ന് അടി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ബി റെഡി ഫോർ എ വാർ. തനിക്ക് വയലിനൊക്കെ വായിക്കാൻ അറിയാലേ? പൊളിയായിരുന്നു. ഇറ്റ്സ് പിയാനോ. അപ്പൊ ഇതിന്റെ പേര് മാറ്റിയാ? തനിക്കെന്താ വേണ്ടേ? രാവിലെ തൊട്ട് എന്റെ പുറകെ കൂടിയതാണല്ലോ. എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചാ എനിക്കൊരു വരാവോ? പൊന്നു മോളെ, ഓടിക്കോ, അല്ലെങ്കിൽ കോക്കാച്ചി പിടിക്കും. ഇവനെ അടിക്കാൻ നീ ഏതടിച്ചൂലേ? കിറ്റി, നീ അലമ്പാതിടി. ഞാൻ അലമ്പും. നിന്നെ ഞാൻ അടിക്കും. ഇന്ന് വെച്ച് വഴി കൂടെ പോകുന്ന ഏതെങ്കിലും വ്യക്തി നിന്നടിക്കുന്ന കണ്ട ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണോ? വേണോന്നേ. ഹലോ, ഇവന്റെ കവിള് കണ്ട് പൂതി തോന്നി അടിച്ചൊന്നുമല്ല. അവന് ഉമ്മ വേണമെന്ന് ചോദിക്കുമ്പോ തന്നെ ഞാനതങ്ങ് എടുത്തു കൊടുക്കണോ? ഉമ്മേ അല്ല, ബാപ്പ. അങ്ങോട്ട് തന്നെ ചോദിക്കേ. സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. മോള് പൊക്കോ. അവള് ഈ കവളെ തന്നെ അടിച്ചേ. നിനക്കൊന്ന് മാറ്റി പിടിച്ചോടിടി. നീ എന്ന് മുതലാണ് ഇത്ര ചീപ്പായത്? പട്ടി. ചീപ്പായതൊന്നും അല്ലടി. ഞാൻ ഇന്നലെ നിന്നോടൊരു വെള്ളപ്പൂച്ചയുടെ കാര്യം പറഞ്ഞില്ലേ? ലവള ഇവള്, നിന്റെ നാത്തൂൻ. അയ്യേ, ഞാൻ എങ്ങനെ ഇനി ആ കൊച്ചിന്റെ മുഖത്ത് നോക്കും? നീ പോയൊരു സോറി പറഞ്ഞേച്ചു പാടാ. ഡോ, സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്റെ പുറകെയുള്ള നടത്തൊന്ന് നിർത്താവോ? സോറി, അതത്ര പെട്ടെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഐ ലവ് യു. ഇങ്ങനെ ഇഷ്ടം തോന്നുന്ന എല്ലാ പെൺകുട്ടികളോടും താൻ ഉമ്മ ചോദിക്കാറുണ്ടോ? അങ്ങനെ എല്ലാ പെൺകുട്ടികളോടൊന്നും ഇല്ല. പക്ഷേ തന്നെ കണ്ടപ്പോ എന്തോ ആഗ്രഹം തോന്നി, അതുകൊണ്ട് ചോദിച്ചു. ഇനി എന്റെ പുറകെ ഇങ്ങനെ നടന്നാ എന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് താൻ അറിയും. എന്നാലും ഞാൻ ഇനി എന്തോ പറഞ്ഞ അവളുടെ അടുത്ത് പോയൊന്ന് മുട്ടും. എല്ലാം കൂടെ വെറുപ്പിച്ച് വെച്ചേക്കുമല്ലേ. എടാ, നീ ഇങ്ങനെ വിഷമിക്കാതെ. കർത്താവായിട്ടല്ല അവളെ നിന്റെ മുന്നിൽ എത്തിച്ചേ. അതേ കർത്താവ് തന്നെ ചെന്ന് മുട്ടാനുള്ളൊരു വഴിയും കൂടി തരും. ഡാലിയോ, നിന്റെ പെണ്ണില്ലേ, അവളാ വരുണെങ്കി അങ്ങ് പിടിച്ചു വെച്ചേക്കുവാടാ. എന്തിനെ? നമ്മളെ ചൊറിഞ്ഞ പോലെ അവൾ അവന്മാരെയും കയറി ചൊറിഞ്ഞ് ഇന്ന് വൈകുന്നേരം വരെ അവിടെ നിർത്താൻ അവന്മാരുടെ പ്ലാൻ. നീ പറഞ്ഞ വഴി ഇതായിരിക്കുമോ? മേ ബി. ഇടപെടണോ? ഓഫ് കോഴ്സ്.
ഡാ നീ പ്ലാൻ എന്താണെന്ന് പറ. പ്ലാൻ സിമ്പിൾ അല്ലേ? ഹീറോയുടെ എൻട്രി, വില്ലന്മാരെ അടിച്ചിരുന്നു, ഹീറോയിനെ രക്ഷിക്കുന്നു, ഒടുക്കെ ഹീറോയിന് ഹീറോയുടെ റെസ്പെക്ട് തോന്നുന്നു, ആ റെസ്പെക്ട് പിന്നെ പടർന്ന് പറന്ന് 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 പന്തലിച്ച്. ആ നീ ഇവിടെ ഇങ്ങനെ പറത്തിക്കൊണ്ട് നിന്നോ, വല്ല ആമ്പിള്ളാരും ഇടപെടുന്നതിന് മുൻപ് പോയേക്കാം, അല്ലെങ്കിൽ പടർന്ന് ഏതെങ്കിലും വള്ളി പിടിച്ച് തൂങ്ങി നിൽക്കേണ്ടി വരും. ഇസു, നീ ബാറ്റ് എടുക്കടാ. ബാറ്റാ? എന്തിനാടാ, ക്രിക്കറ്റ് കളിക്കാൻ പോവാണോ? അവന്മാരടിക്കണ്ടേ? എന്നാ ഞാൻ ബോളും കൂടി എടുക്കാം. എന്തോന്നിനി ക്രിക്കറ്റ് കളിക്കാനോ? അല്ലടാ, അവന്മാരെ എറിഞ്ഞു വീഴ്ത്തണ്ടേ, എന്നെ കൊണ്ട് അതിനല്ലേ പറ്റൂ. നിന്നെ കൊണ്ടാവുന്നൊക്കെ നീയും ചെയ്യ്. ഈ ദുരന്തം പിടിച്ചിട്ടങ്ങളൊക്കെ കൊണ്ട് ഹീറോ ആവാൻ പോവേണ്ടി വരുന്ന എൻ്റെ ഒരു ഗതികേട്. എന്താടാ അവിടെ പ്രശ്നം? Who the hell are you? Who are you? What are you? How are you? Guys, what's going on here? Why should boys suffer the ones? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് കൂടിയിട്ട് അടിക്കാൻ വരത്തുള്ളൂ. എന്റെ പൊന്നു, ഒന്നും മിണ്ടാതിരിയടാ. ആരാടാ പറഞ്ഞേ? വരുണടാ, പാലടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ വരുണടാ ഏത് ഐറ്റം? ഈ സീനൊന്ന് കഴിഞ്ഞോട്ടെ. നീ ഇപ്പൊ പറഞ്ഞ ചളിയുടെ കൂടെ നിന്നെ കൂടി തൂക്കിയെടുത്ത് വിറ്റോളാം. ഇതെന്താണ് അവളുടെ ഷൂനടിയിലെ വല്ല സ്പ്രിങ്ങും വെച്ചിട്ടുണ്ടോ? ഓ എന്റെ മോനെ, ഇടപെടാഞ്ഞത് ഭാഗ്യം. അവസാനിച്ചു തോന്നി. അതെ, ഒന്ന് നിന്നെ. മോളിതൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ബ്ലാക്ക് ബെൽറ്റാ? മോള് പൊക്കോ, ദേ വഴിയിലൊന്ന് തട്ടി തെറിഞ്ഞു വീഴല്ലേ. ഇങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ആംബുലൻസ് വേണ്ടി വരടാ. ബ്ലാക്ക് ബെൽറ്റ്? സാധാ ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് ചാക്കുകാരി ഇട്ട് നടക്കുന്ന നീയൊക്കെ എങ്ങനെയാണ് അവളുടെ ബ്ലാക്ക് ബെൽറ്റിന് മുന്നിൽ പിടിച്ചു നിൽക്കാം? വിട്ടേരളിയാ, വിട്ടേര്. ആ ഫൈറ്റിന്റെ ഇടയിലും അവളെ കാണാൻ എന്തൊരു ഗ്ലാമർ ആയിരുന്നു. ആ രണ്ട് കണ്ണ്, മൂക്ക്, ചുണ്ട്, പുറമേ കാണാൻ ഇത്രയും ലുക്കുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതല്ല, ഉള്ളിൻ്റെ ഉള്ളിലുള്ള മനസ്സ് കളറായിരിക്കത്തില്ലേ? പിന്നെ കളർഫുൾ. റാഗ് ചെയ്യാൻ പോയ നമ്മളെ തിരിച്ച് റാഗ് ചെയ്ത മുതലാതെ അടിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാകത്തില്ല. അവളൊരു പെണ്ണാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പേർഷ്യൻ ക്യാറ്റിന് കങ്കാരിലുണ്ടായ ഐറ്റാതെ. നീ അവിടെ അടി കണ്ടില്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. ഞാനിനി എന്തായാലും പുറകോട്ടില്ല. എനിക്ക് അവളെ വേണം. അതിനെ വീഴ്ത്താൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. വീഴ്ത്താനല്ലേ വഴിയുണ്ട്. നീ ഒരു 10 രൂപ എടുത്തേ. 10 രൂപ വെച്ച് എങ്ങനെ വീഴ്ത്താനാ? ആ 10 രൂപ കൊണ്ട് ഒരു പഴം വാങ്ങിക്കാം. എന്നിട്ട് അത് ഞാൻ തിന്നിട്ട് തൊലി അവള് പോകുന്ന ഏതെങ്കിലും വഴി കൊണ്ടുപോയിടാം. അവളത് ചവിട്ടി വീഴുമ്പോ നീ കയറി പിടിക്ക്. അങ്ങനെ നിങ്ങൾ കണ്ടും നോക്കി നിന്ന് ക്രഷ് അടിക്കടാ. ചുമ്മാ നിന്നടിക്കുന്ന മുതലാ. അതിന്റെ ഇടയ്ക്ക് കയറി പിടിക്കാനും കൂടി നിന്നാ ക്രഷ് ആയിരിക്കൂല, അവള് തന്നെ ആയിരിക്കും അടിക്കുക. എന്റെ കയ്യില് വേറെ ഐഡിയ ഉണ്ട്. നീ നമ്മുടെ കോളേജ് ബിൽഡിങ്ങിന്റെ മണ്ടേ കയറി നിൽക്കാം. എന്നിട്ട് ഐ ലവ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ചാടി ചാവുന്ന ഭീഷണി പെടുത്താനല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഓ ഫ്രഷ്. ഇവന്മാരെ കൊണ്ടൊന്നും നടക്കും തോന്നുന്നില്ല. എടി, നീ എന്തെങ്കിലും വഴി പറഞ്ഞാടി. ലവ് മാനിയ. മാനിനി മുയലിനെ കൊണ്ട് നീ അവളുടെ അടുത്തിട്ട് ചെല്ലേ. അതെ, കാടൻ പൂച്ചയാ, കടിച്ച് കീറും അവള്. നീ കുറെ നേരമായി ഞാൻ അവളെ വിളിച്ചു പറയും. ആദ്യം പറയുന്നത് മുഴുവൻ കേക്ക്. ഫസ്റ്റ് അവളുടെ ഡെയിലി റുട്ടീൻ എന്തൊക്കെയാണെന്ന് അറിയണം. അവള് സ്ഥിരമായിട്ട് എവിടെ പോവും, എന്തൊക്കെ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനല്ലേ ഇസു, അതവൻ നോക്കിക്കോളും. ഞാൻ എന്താണ് നിന്റെ ഒക്കെ പിമ്പാ? തക്കുടുവാവല്ലേ. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോളോ അപ്പ്. അവൾ എവിടെ പോവുകയാണെങ്കിലും നീ കൂടെ ചെല്ലണം. അവൾക്ക് എന്ത് സഹായം വേണേലും ചെയ്തു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ക്യാൻറ്റീനിൽ പോവുകയാണെങ്കിൽ ചായ വാങ്ങിച്ചു കൊടുക്കുക, ലൈബ്രറി പോവുകയാണെങ്കിൽ ബുക്ക് എടുത്തു കൊടുക്കാൻ സഹായിക്കുക. ഇനി അവൾക്ക് ബാത്റൂമിൽ പോകാനുണ്ടെങ്കിൽ പുറത്ത് കാവല് നിൽക്കാലോ. ഞാനത് ഉദ്ദേശിച്ചേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഈ ശല്യം ഒരു സമാധാനം തരത്തില്ലല്ലോ. പുറക്കിങ്ങനെ നടന്നോളൂ. നീ എന്ത് കാണിക്കുന്നേ? ഞാനിവിടെ ഇല്ലേ, എടുത്തു തരാനേ. സോറി, ഹൈറ്റ് ഇല്ലാത്ത കാര്യം ഞാൻ മറന്നുപോയി. ഇവിടെ എവിടെയോ ഒരു ഏണി ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ എടുത്തു തരാം. എനിക്ക് തന്റെ സഹായം വേണ്ട, ഒന്ന് മാറിയേ. എന്നെക്കാൾ 2 ഇഞ്ച് അടി കൂടുതലുള്ള എന്റെ അഹങ്കാരം. ഞാൻ എടുക്കും.
കാണിക്കുന്നേ? അത് ശരി, എന്റെ മണ്ടയ്ക്ക് പുറത്തൂടെ നിന്നിട്ട് ഞാൻ കാണിച്ചു തന്നു. ഓഹ്, നടു ഒടിഞ്ഞതാ തോന്നുന്നേ. താൻ ഒരു കളി ഇവിടെ നിൽക്കുന്നുണ്ടോ? ഞാൻ എന്റെ മോളിൽ താഴെ വീണേ. കുറെ ദിവസമായാലും എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. തനിക്ക് എന്താ വേണ്ടേ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. സോ പ്ലീസ് ഇനി എന്റെ മുന്നിൽ പോയി തന്നെ കണ്ടുപോരുത്. എടോ ഞാൻ തനിക്കെന്താ മലയാളം പറഞ്ഞ് മനസ്സിലാവില്ലേ? സോറി. എടി അവളെ ഇൻസൾട്ട് ചെയ്തടി. എന്താ പറഞ്ഞ? അവളുടെ മുന്നിൽ പോലും പോയേക്കരുതെന്ന് പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞു. അത് ലൈബ്രറിയിൽ വെച്ച് അത്രയും പിള്ളേരുടെ മുന്നില്. ആകെ നാണം കെട്ടടി. ആഹാ, അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങള്. അപ്പൊ നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്താണോ? പിന്നല്ലാതെ. ഏതായാലും അവള് പറഞ്ഞല്ലേ, ഇനി കുറച്ച് ദിവസത്തേക്ക് നീ അവളുടെ മുന്നിൽ പോലും പോയേക്കരുത്. ഓ, അപ്പൊ പിന്നെ അവൾക്ക് എന്നെ മറക്കാൻ സുഖമാണല്ലോ. എടാ, ഇത്രയും നാളും നീ അവളുടെ പുറകെ നടന്നില്ലേ? കുറച്ച് ദിവസം നിന്നെ കാണാതായ അതവർക്ക് ഫീൽ ചെയ്യും. നീ എന്ത് കുന്തവാടി പറയുന്നേ? എടാ, ഇതങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആരുടെയും ഇഷ്ടമുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം അയാളെ കാണാതായ വല്ലാത്തൊരു പെടച്ചിലാ. അത് അവക്ക് തോന്നിയ സക്സസാ. ഇത്രയും കാലം ഞാൻ പറയുന്നത് നീ കേട്ടില്ലേ? ഈ ഒരു കാര്യത്തിലും കൂടി എന്നെ വിശ്വസിക്കേ. ചേച്ചി, നിങ്ങളുടെ ഗ്യാങ്ങിന്റെ അവന്മാരവിടെയൊക്കെ കാണാം. അവരുടെ കൂടെ ഞാൻ ലിയോയെ കണ്ടില്ല, അതാ ചോദിച്ചു. ലിയോ അവൻ വീട്ടിലുണ്ട്. നീ അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞു? ഞാൻ ഇല്ല. എന്താ? 2 ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഒരേ ഇരിപ്പാ. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആട്ടം കൊടുത്താൽ ഉണക്കമുതിരാണെന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന മുതലാ ഇപ്പൊ പച്ചവെള്ളം കൊടുത്താൽ തൊട്ടുപോലും നോക്കത്തില്ല. കുപ്പത്തൊട്ടി കടന്നാലും കൂർക്ക വലിച്ചുറങ്ങിയിരുന്നതാ ഇപ്പൊ പട്ടുമെത്ത കൊടുത്താലും കണ്ണേ അടയ്ക്കത്തില്ല. ഇനി ഇങ്ങനെ ഇരുന്ന് വല്ല ഡിപ്രഷനും പിടിച്ച് എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന് എൻ്റെ പേടി. എന്നാലും എൻ്റെ ചെക്കൻ്റെ മനസ്സാരെ വിഷമിപ്പിച്ചിട്ടുണ്ടാവുക. ഏറ്റവും തോന്നുന്നേ. അതെ, എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓ, വാരി വെച്ച് തിന്നുന്ന കണ്ടില്ലേ? ഡിപ്രഷനിൽ ഇരിക്കുന്ന മുതല. ഇതെങ്ങാനും അവള് കണ്ടുകൊണ്ട് വന്ന. എടാ, അവളിൽ നിന്ന് നിന്നെ അന്വേഷിച്ചു. സത്യമാണോ? അതെ, അവള് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാ നാളെ തന്നെ പോയി അവളുടെ ഐലവെന്ന് പറഞ്ഞാലോ? എന്നാ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കും. നീ ഇപ്പൊ ഡിപ്രഷനിലാ. ഒരു 2 ദിവസം കൂടി ഇവിടെ ഇരുന്നേ പറ്റൂ. എടി, എനിക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ടെടി. നീ ഒരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യേ. കുറച്ചും കൂടി പ്ലാൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. നീ എന്താണ് ഇന്നും കോളേജ് പോകുന്നില്ലേ? ഇല്ല. എന്താണ്, വല്ല സസ്പെൻഷനും കിട്ടിയോ? സസ്പെൻഷൻ കിട്ടിയ ആരെങ്കിലും ഇവിടെ ഇരിക്കും? എന്തായാലും കോളേജ് പോകില്ലേ? ഇത് വേറൊരു കാര്യത്തിനാ. ശരി, നീ ഒന്ന് പോയി റെഡി ആവും. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ട്? എന്നോട് ഇന്ന് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങരുതെന്നാ പറഞ്ഞേ. ആര്? കിറ്റി. ആദ്യം അവക്കിട്ട് വേണം കൊടുക്കാൻ. എനിക്കിപ്പോ ഡ്രൈവ് ചെയ്യാൻ വയ്യ. ഇച്ചുന്റെ ബർത്ത്ഡേ ഇൻവിറ്റേഷൻ കുറച്ചും കൂടി ബാക്കിയുണ്ട്. നീ ഒന്ന് വന്നേ, നമുക്ക് പോവാം. എന്നെ കൊണ്ടൊന്നും വയ്യ. എന്ത് മരവാഴയാടാ, ഒരു പ്രയോജനം ഇല്ലാതെ. ലിയോ, നീ ഒന്ന് കൂടെ ചെല്ല്. ഞാൻ ചുമ്മാ ഇരിക്കുന്ന കണ്ടാ മാത്രം എല്ലാവർക്കും ഭയങ്കര ചൊറിച്ചിലാണല്ലോ. ഇയാളൊക്കെ എന്തിനാ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നേ? എടാ, അങ്കിള് വരത്തില്ല. പക്ഷെ വിളിക്കേണ്ടത് നമ്മുടെ മര്യാദ. വരണോ വേണ്ടെന്ന് അങ്ങേരല്ലേ തീരുമാനിക്കുന്നേ. നീ വാ. ജൂണോ? ഇതെന്നാടാ വിശേഷിച്ച്? എന്റെ മോന്റെ ബർത്ത്ഡേയാ. ഈ സൺഡേ ആ ഫംഗ്ഷൻ. കുറച്ച് റിലേറ്റീവ്സ് മാത്രം. അങ്കിളിനെ കൂടി ക്ഷണിക്കാന്ന് വിചാരിച്ചു. സൺഡേ എനിക്ക് വരാൻ പറ്റും തോന്നുന്നില്ല. നോക്കാം. ഇവനെന്താ ഇങ്ങനൊന്നും മിണ്ടാതിരിക്കുന്നേ? അല്ല, ആദ്യം എവിടെ? അവൻ വന്നില്ലേ? അവൻ ഒരു ബിസിനസ് ട്രിപ്പിന് പോയേക്കുവാ. നിന്റെ പഠിത്തൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല അങ്കിൾ. നീ കോളേജിൽ ഭയങ്കര ഫേമസ് ആണല്ലേ. എന്റെ മോള് നിന്നെ പറ്റി പറയാറുണ്ട്. നീയൊക്കെ ഉള്ള ധൈര്യത്തിലാ ഞാൻ അവളെ അങ്ങോട്ട് വിടുന്നേ. മോളോ? അങ്കിളുടെ മോൾ ഇവിടെ പഠിക്കുന്നെന്ന് ഞാനും കേട്ടു. പക്ഷെ ഇവന്റെ കോളേജിലായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ചെറുപ്പത്തിലെ കണ്ടതാ. ഇപ്പൊ ഒരുപാട് വളർന്നു പോയി കാണുമല്ലേ? പിന്നില്ലാതെ. ഇപ്പൊ വാനമുട്ട അങ്ങ് വളർന്നു പോയില്ലേ? മോള് ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്താണ് ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? നീ ഇവിടെ ഇതിനു മുമ്പ് കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവൻ കോളേജിൽ ഭയങ്കര ഫേമസാ. എല്ലാരും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആളൊന്നും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഹായ്, ഐ എം സേറ. ഹായ്. എന്റെ മോന്റെ ബർത്ത്ഡേയാ ഈ സൺഡേ. മോക്ക് വരാൻ പറ്റുവാണെങ്കിൽ എന്തായാലും വരണം. എന്നാ ഞങ്ങൾ ഇറങ്ങുവോ? കാണാം. നീ ഇന്ന് കോളേജിൽ വരാത്തോണ്ടാണെന്ന് തോന്നുന്നു. അവളും വന്നിട്ടില്ല. അവളെ ഞാൻ കണ്ടായിരുന്നു. നിന്നോട് ആരാ അവളെ പോയി കാണാൻ പറഞ്ഞേ? കണ്ടതല്ല, കാണേണ്ടി വന്നതാ. എവിടെന്ന്? എടി, അവള് നമ്മുടെ ബെഞ്ചമിൻ അങ്കിളില്ലേ, അയാളുടെ മോളാ. അയാളുടെ മോളോ? കേട്ടപ്പോ തന്നെ നീ ഞെട്ടി. അപ്പൊ അവിടെ വെച്ച് അവളെ കണ്ട എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാതാളം തോന്നുന്ന മാവേലിക്ക് ഒരു കമ്പനി കൊടുത്താലോന്ന് വരെ ഞാൻ ആലോചിച്ചടി.
കർത്താവേ, അവള് ഞങ്ങളോട് വല്ലതും പറഞ്ഞു കാണോ? ഇല്ലെന്നാ തോന്നുന്നേ. നന്നായി, അവളെന്തായാലും നിന്നെ കാണണ്ടെന്നല്ലേ പറഞ്ഞേ. ഇങ്ങനെ ഒഴിഞ്ഞു പോവാണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ, നീ ഇനി അവളുടെ പുറകെ നടക്കണ്ട. ഗുഡ് ഈവനിങ് ഏട്ടായി. ആ ഹാരിത സേറമോളോ? മോള് വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കേറി വാ. ഡാഡിക്ക് വേറൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു, അതാ പിന്നെ ഞാനിങ്ങോട്ട് വന്നേ. ജെനി, ഇത് ആരാ വന്നിന്ന് നോക്കിയേ? ബെഞ്ചമിൻ അങ്കിളുടെ മോള്. ആ സേറ, ഇച്ചാൻ നിന്നെ പറ്റി പറഞ്ഞു. കേറി വാ. എവിടെ ബർത്ത്ഡേ പാർട്ടിയെ കണ്ടില്ലല്ലോ? ആ, അവനെ ക്യാറ്റി എടുത്തോണ്ട് നടക്കുന്ന കണ്ടായിരുന്നു. എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ചേച്ചി ലിയോ എവിടെ? ആ, അവൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. അവൻ മോരെ കാണും. നീ അങ്ങോട്ട് ചെല്ലേ. നീ എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നേ? നീയല്ലേ മുന്നിൽ പോലെ വന്നേക്കരുതെന്ന് എന്നെ വാൺ ചെയ്തേ. നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ വീട്ടിലെ ആണെന്ന്. നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിക്കട്ടെന്ന് വിചാരിച്ചാ ഞാൻ മിണ്ടാതിരുന്നേ. പക്ഷെ അപ്പോഴേക്കും താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ പുറകെ കൂടി. അപ്പോൾ എന്തോ എനിക്ക് തുറന്നു പറയാൻ തോന്നിയില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ തലവേദന എൻ്റെ ഡാഡിയെന്ന് എനിക്കറിയാം. അതറിഞ്ഞപ്പോൾ എന്നോടുള്ള ഇഷ്ടമൊക്കെ പോയി കാണുമല്ലേ? ഇനി ഞാൻ കാരണം ഇയാൾ കോളേജിൽ വരാതിരിക്കരുത്. പിന്നെ ഈ ധൈര്യമില്ലാത്തവരൊന്നും ഒരു പെണ്ണിനെ പുറകെ നടക്കാതിരിക്കുന്നത് നല്ലത്. ഒരു ഫ്രീ അഡ്വൈസ് ആയിട്ട് കൂട്ടിയാൽ മതി. ഞാൻ ഇറങ്ങട്ടെ, സമയം ഒരുപാടായി. ബൈ. എടി, നീ ഉറങ്ങിയായിരുന്നോ? ഹേയ്, തലയും കുത്തി നിൽക്കുക. നീ പറഞ്ഞോ. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് തോന്നേ. എന്ന് അവള് പറഞ്ഞോ? ഇല്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ പോലെയാ. നിനക്കോ? എടാ, ഇതാകെ പ്രശ്നവും. ഇവിടെ അറിഞ്ഞ ആരെങ്കിലും നിന്റെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? വലിയ യുദ്ധം തന്നെ ഉണ്ടാവും. അയാളെങ്ങാനും ഇത് അറിഞ്ഞോ, നിന്റെ അപ്പ തന്നെ വെട്ടി നുറുക്കി വല്ല പട്ടിക്ക് വിട്ടു കൊടുക്കും. നീ എൻ്റെ കൂടെ കാണുമോ? ഇത്രയും കാലം എല്ലാത്തിനും കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയായി പോവില്ലേ? അയാളുടെ മോളാണെന്ന് അറിയാതെയല്ലേ പ്രേമിച്ചേ. ഇപ്പോൾ മനസ്സിൽ നിന്ന് എടുത്തു കളയാനും തോന്നില്ല. നിന്റെ മനസ്സെന്താ പറയുന്നത് അത് നീ ചെയ്യേ. ഞാൻ എന്തായാലും നിന്റെ കൂടെ തന്നെ കാണും. ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇനി എന്താ? അത് ഞാൻ പിന്നെ പറയാം. നീ കിടന്നോ? കിടന്നോന്നോ? മനുഷ്യന്റെ മൂട്ടിൽ തീയിട്ടിട്ട് ഉറങ്ങിക്കൊള്ളാൻ പറയുന്നു. നീ എന്നിട്ട് പോയേ. ഇത് തന്നെ അവളുടെ വീടെന്ന് തോന്നുന്നു. ദേ, ശബ്ദം ഉണ്ടാക്കല്ലേ, കൊളവാക്കാൻ നിൽക്കരുത്. എടാ, ഈ പാതിരാത്രിക്ക് തന്നെ പ്രപ്പോസ് ചെയ്യണോ? പ്രശ്നമാകും. ഈ പേടിത്തൂരെ കൊണ്ടൊക്കെ ആരാ വന്നേ? ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. വാ, നമുക്ക് മതിലാടാം. നിന്റെ കൂടെ ഞാനും വരാടാ. ഡേ, ഈ കാലം ഇവിടെ വെക്കണം, എന്നിട്ട് എടുത്ത് ചാടണം. ഇത്രേ ഉള്ളൂ. കേറി വാടാ മക്കളെ. എടാ വാനര ജന്മ, നീ ഇങ്ങനെ ചാടിക്കളിക്കാതെ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്ക്. നീ വരണ്ട, നീ ഇവിടെ നിന്നാ മതി. ഇല്ല അളിയാ, ഇല്ല, ഞാനും കൂടി വരും. നീ അവരോട് സംസാരിക്കുന്ന ഗ്യാപ്പിൽ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ വല്ലതുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാടാ. ഡൈസു, നീ സത്യം പറ, വെള്ളം അടിച്ചിട്ടുണ്ടോ? ഏയ്, കുടിക്കാനോ? ഞാനോ? ചേച്ചേ, വലിച്ചിട്ടേ ഉള്ളൂ. ഒരേ ഒരു പഫ്, പക്ഷെ നല്ല കിക്കാടാ. എടാ ചെറ്റ്, നീ എപ്പോഴാ വലിക്കാനൊക്കെ തുടങ്ങിയേ? ശബ്ദം ഉണ്ടാക്കല്ലടാ. ഞാനൊന്ന് പോയിട്ട് അവളെ കണ്ടിട്ട് വരാം. നിങ്ങൾ അപ്പുറത്തോട്ട് മാറി നിന്ന് ഡിസ്കസ് ചെയ്യ്. അവളുടെ അമ്മൂമ്മേനെ കെട്ടിക്കാൻ ഓരോന്നുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതെന്താ ചൈന മതില്ല? ഇവിടെ ഒടുക്കത്തെ കൂർക്കാൻ വലിയ കാരണം പഞ്ചായത്തിലുള്ളവരൊന്നും ഉറങ്ങൂലല്ലോ. ഡി, എണീക്കടി. വന്നു നീ വേണ്ട ഉറക്കത്തിന് ശല്യപ്പെടുത്തി തുടങ്ങിയോ? ലിയോ, നീ എന്താ ഈ സമയത്ത്? ഓ, നിന്നെ കഥാപ്രസംഗം നടത്താതെ വാതിലൊന്ന് തുറന്ന എനിക്ക് നിന്റെ ആങ്ങളമാരെ കാണുന്നതിന് മുൻപ് അകത്തേക്ക് വരായിരുന്നു. വീട്ടിൽ വെച്ച് നീ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റാതിരുന്നേ. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലേ? അത് സേ യെസ് ഓർ നോ. നീ ഇത് ചോദിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കയറി വന്നേ? പിന്നല്ലാതെ, നീ എൻ്റെ ധൈര്യത്തെ തൊട്ടല്ലേ കളിച്ചേ. എനിക്ക് നിന്റെ അപ്പനെ എന്നല്ല ആരെയും പേടിയില്ല. അത് തെളിയിക്കാൻ വേണ്ടി തന്നെ ഈ പാതിരാത്രിക്ക് നിന്റെ മതിലെടുത്ത് ഞാനിങ്ങോട്ട് ചാടിയേ. നിന്റെ തന്ത ആരാണെന്നോ നീ ഏത് വീട്ടിലെയാണെന്നോ ഒന്നും അറിയാതെ ഞാൻ പ്രേമിച്ചേ. ഇപ്പോഴും ആ ഇഷ്ടത്തിന് ഒരു കുറവുമില്ല. നിനക്കും ഓക്കെ ആണെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെയാ. ഇത് നിന്റെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ ഒരിക്കലും അംഗീകരിക്കില്ല. ആകെ പ്രശ്നവും. എങ്ങും എത്തില്ലെങ്കിലോ? നീ അതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. എനിക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ ചേട്ടന്മാർ മുന്നിൽ തന്നെ കാണും.
അവർ കൂടുതലെടുത്തോളം കാലം എനിക്കൊരു പട്ടിയും പേടിയില്ല. ഞാനൊരു തല്ലിപ്പൊളിയാ, ഭൂലോകൂടായ്പ്. പക്ഷെ നീ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നന്നാവുമായിരിക്കും. നിനക്ക് ആലോചിക്കാൻ സമയം വേണ്ടി വരുമല്ലേ? ടേക്ക് യുവർ ഓൺ ടൈം. പിന്നെ നിന്റെ തന്തയോടെ മതിലിൻ്റെ വലിപ്പം ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞേക്ക്. ചാടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാ ഞാൻ പോയേക്കുവാ. ഈ ചിരിയിലാണ് ഞാൻ വീണു പോകുന്നത്. സോറി, പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യത്തില്ല. ഈ പ്ലാനൊന്നും വന്നപ്പോൾ ഇല്ലായിരുന്നു. പക്ഷെ നിന്റെ ചിരി വീണു പോയതാ. ഇനി നീ എന്നോട് നോ എന്ന് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിന് നീ അല്ലാതെ വേറൊരു പെണ്ണ് കാണത്തില്ല. പിന്നെ ഇറ്റ്സ് മൈ ഫസ്റ്റ് കിസ്. അതിത്ര അഡ്വഞ്ചറാക്കി തന്നതിന് ഒരുപാട് താങ്ക്സ്. എന്നാൽ ഞാൻ പോട്ടെ, ബൈ. അവൻ്റെ ആ ധൈര്യത്തിന് മുമ്പിൽ വീണ് കൊടുക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. പിറ്റേ ദിവസം തന്നെ ഞാൻ ഇഷ്ടമാണെന്ന് പോയി പറഞ്ഞു. അവനെത്ര ധൈര്യം ഉണ്ടായിട്ടാ വീടിന്റെ മതിലൊക്കെ ചാടിയേ. ഡാ ലിയോ, ഇച്ചേച്ചി എന്തിനാ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയേ? എന്റെ സ്റ്റോറി അത്രയ്ക്ക് ബോറായിരുന്നോ? നല്ല അടിപൊളിയായിരുന്നു. നിന്റെ തലയ്ക്കെന്തടി വല്ല ഊളുണ്ടോ? നീ എന്തിനാ മതിൽ ചാടി വന്നതും ഉമ്മ വെച്ചതൊക്കെ പറയാൻ പോയേ? കുഴപ്പമായോ? ഏയ്, ഒന്നെങ്കിൽ വിധവാ പെൻഷൻ അല്ലെങ്കിൽ വികലാംഗ പെൻഷൻ, ഏതെങ്കിലും ഒന്നും ഉറപ്പാ. അവളുടെ വീടിന്റെ മതിൽ ചാടാൻ മാത്രമുള്ള ധൈര്യം നിനക്ക് എവിടുന്നാ കിട്ടിയേ? അവളുടെ തന്റെ ആങ്ങളമാരെ കണ്ടിരുന്നെങ്കിയോ? മതിൽ ചാടിയേ? ആര്? എപ്പാ? ഒന്ന് ഫ്ലാഷ് ബാക്ക് വരെ പോയതാ, വേറെ കുഴപ്പമൊന്നുമില്ല. കല്യാണത്തിന് മുൻപ് അവളെ കയറി ഉമ്മയ്ക്കാൻ നിന്നോടാരാണ് പറഞ്ഞേ? എന്റെ കർത്താവെ, ഞാനൊരു ഉമ്മ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സത്യമായിട്ടും ഇവളാണ് സത്യം. ഈ കാര്യത്തിന് നീ എന്നെ കൂട്ടുപിടിക്കണ്ട. ഈ ഒരു കാര്യത്തിന് മാത്രം എനിക്ക് നിന്നെ വിശ്വാസമില്ല. അല്ലെങ്കിൽ അവളോട് തന്നെ ചോദിക്കുക, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇച്ചായൻ ഇങ്ങോട്ട് വരട്ടെ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. എടാ സോറി, ഞാനൊരു ആവേശത്തില് കഥ മൊത്തം പറഞ്ഞപ്പോ എല്ലാം കൂടെ അങ്ങോട്ട് പറഞ്ഞതാ. എങ്ങാണ്ടൊക്കെയോ വേദന എടുക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, പോയെ. ഒരു ഉമ്മ തന്നാ ചിലപ്പോ വേദനയൊക്കെ പോവായിരിക്കും അല്ലേ? അതൊന്നും പറയാൻ പറ്റത്തില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ ചിലപ്പോ നടക്കുമായിരിക്കും. வீசிப்போன புயலில் என் வேர்கள் சாயவில்லை. ஒரு பட்டம் பூச்சி மோத அது பட்டென்று சாய்ந்ததடி. இந்த காதல் சொல்ல என் இதயம் கையில் வைத்தேன். நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி.